ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ചൂട് കാപ്പിയും ചൂടറിവുകളുമായി കോഫി വിത്ത് പ്രശാന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 5ാമത്തെ നമ്മുടെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ: 1. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. 2. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. 3. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതല്ല എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 3 ഒഴിവാക്കിയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇതൊഴിവാക്കാം, ഇതൊഴിവാക്കാം, ഇതൊഴിവാക്കാം. അപ്പോൾ 1ഉം 2ഉം എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. എന്നാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഈ പ്രസ്താവനകൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇവിടെ വെക്കുക. 1. നെല്ല്, അതായത് റൈസ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്, മുഖ്യ ഭക്ഷ്യവിള കൂടിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഏറ്റവും അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ്. ഉയർന്ന താപനിലയും 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, അതുപോലെ ധാരാളം മഴയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും എന്താണ് നെൽകൃഷിക്ക് ആവശ്യമാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്ത ഗോതമ്പാണ്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയായ ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഗോതമ്പ് റാബിയും നെല്ല് ഖാരിഫ് വിളയുമാണ്. ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണ് ഗോതമ്പ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. അതായത് ഇതൊരു ശൈത്യകാല വിളയാണ്, അതുകൊണ്ട് തന്നെ ജലസേചനത്തെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. ഇനി ചോളം, മെയ്സ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. നമ്മുടെ അതിൽ വന്നിരിക്കുന്ന 1ാമത്തെ പ്രസ്താവന. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. രണ്ടാമത്തെ ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദന ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് അനുയോജ്യം. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവയെ കൂടാതെ ബാർലി, തിനവിളകൾ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകളെ നമുക്ക് നോക്കാം. ഈ നാണ്യവിളകളെ നാരുവിളകളെന്നും പാനീയ വിളകളെന്നും സുഗന്ധ വിളകളെന്നും മറ്റ് വിളകളും തിരിച്ചിട്ടുണ്ട്. നാരുവിളകളാണ് പരുത്തിയും ചണവും. പാനീയ വിളകൾ തേയില, കാപ്പി. സുഗന്ധവിള ഏലം, കുരുമുളക്. മറ്റു വിളയാണ് റബ്ബർ, അതുപോലെ കരിമ്പ് എന്നിവ. പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും. ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളുമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നോക്കാം. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. അതായത് മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം 20 മുതൽ 30 ഡിഗ്രി വരെ, 20 to 30 ഡിഗ്രി സെൽഷ്യസ് എന്താണ് താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് അനുയോജ്യം. ഏറ്റവും അനുയോജ്യം കറുത്ത മണ്ണും എക്കൽ മണ്ണും. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. അടുത്തതൊക്കെ പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. ഫോർട്ട് ഗ്ലാസ്റ്റർ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ലാണ് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിൽ എന്താണ് ആരംഭിച്ചത്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. 1854 മുംബൈയിലാണ് വൻതോതിൽ എന്താണ് ഉൽപാദനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുംബൈയെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു.
മുംബൈ പ്രധാന പരിസ്ഥിതി അത് നോക്കാം. അതായത് സമീപ പ്രദേശങ്ങളിൽ അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത, മുംബൈ നഗരം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ എന്നിവയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ശുദ്ധജല ലഭ്യത, മനുഷ്യ വിഭവ ലഭ്യത എന്നിവയും. മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം. മുംബൈ കഴിഞ്ഞാൽ അഹമ്മദാബാദ്. ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയാണ് ചണം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിനു വേണ്ടത്. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത്. താരതമ്യേന വില കുറഞ്ഞ നാരുവിളയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചണം ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2ാം സ്ഥാനമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. ഓക്കെ, ലോകത്ത് 2ാം സ്ഥാനമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഇത് 91ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. നമുക്ക് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നോക്കാം. NCERT-യിലെ പോയിന്റ് ആണ്. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ്. ഇന്ത്യയിൽ ആർക്കാണ്? പാർലമെന്റിന് മാത്രമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യർക്ക് അധികാരവുമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഇതിലേക്കാണ്. മന്ത്രിസഭയുടെ വലിപ്പത്തിലേക്കാണ്. 2003 91ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിനു മുമ്പ് മന്ത്രിസഭയുടെ വലിപ്പം നിശ്ചയിച്ചിരുന്നത് അതാത് കാലത്തെ അടിയന്തര സ്ഥിതിയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും കണക്കിലെടുത്തായിരുന്നു. എന്നാൽ ഇത് വളരെ വലിപ്പമുള്ള മന്ത്രിസഭകളുടെ രൂപീകരണത്തിന് കാരണമായി. കൂടാതെ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന പ്രവണത ഉണ്ടായി. പല സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രവണത ഉണ്ടായിരുന്നു. അതിനാൽ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ, സംസ്ഥാനങ്ങളിലാണെങ്കിൽ നിയമനിർമ്മാണ സഭകളിലെ 15% കവിയരുതെന്ന വ്യവസ്ഥ ഭേദഗതി നടപ്പിലാക്കി വേണ്ടി വന്നു. അതായത് 91ാമത്തെ ഭേദഗതി എന്താണ്? മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. 91ാം ഭേദഗതി 2003 വന്നത്. 2003. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട 2 ഭേദഗതികൾ കൂടി നോക്കാം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭേദഗതിയാണ്. 86ാം ഭേദഗതി 2002 86ാം ഭേദഗതി. ഈ ഒരു ഭേദഗതി പ്രകാരം ഈ വ്യവസ്ഥ ഭരണഘടനയിൽ നിന്ന് 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ചെറു ഭരണഘടന. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. 42ാം ഭേദഗതിയെ ചെറു ഭരണഘടന 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയുടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. ഇതാണ് ചെറു ഭരണഘടന. ഇനി നോക്കാം. 73ാം ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയതാണ് 1992 73ാം ഭേദഗതി. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ AK ആന്റണിയാണ് മുഖ്യമന്ത്രി. അതുപോലെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24. കേരളത്തിലോ 1994 ഏപ്രിൽ 23. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി അംഗമായ മലയാളിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. ഏതാണ്? ഗ്രാമസഭ. മറ്റൊന്ന് കൂറുമാറ്റ നിരോധന നിയമം. 52ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. 1985 52ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ 102ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്?
രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മൂന്നിൽ 2 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 2, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. ഇതിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. രാജ്യസഭ എന്താണ്? പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭ. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 30 വയസ്സ് പൂർത്തിയായാൽ മതി. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണ്ടു എന്താണ്? ഓരോ 1/3 ആണ്. 1/3, 2 അല്ല, തെറ്റ്. സ്ഥിരം സഭയാണ് ഇന്ത്യയിലെ രാജ്യസഭ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഈ 2 ശരിയാണ്. 2ഉം 3ഉം ശരിയാണ് എന്ന് നമ്മൾ കണ്ടു. 2ഉം 3ഉം ശരിയാണ്. 1 തെറ്റാണെങ്കിൽ 2ഉം 3ഉം വരുന്നത് 4ഉം വരുന്ന ഓപ്ഷൻ മാത്രമാണുള്ളത് ഇവിടെ നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ. രാജ്യസഭയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരവും രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. രാജ്യസഭയുടെ അധികാരങ്ങൾ ജസ്റ്റ് നോക്കാം. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈയെടുക്കുന്നത് രാജ്യസഭയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ കൂടി നോക്കാം. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനപരമായ ഒരു സംവിധാനമാണ് രാജ്യസഭ എന്നറിയാലോ. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുകയാണ് അതിന്റെ ലക്ഷ്യം. ആയതിനാൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ പറ്റുന്നത് രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ്. ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ അനുഭവങ്ങൾ രാജ്യസഭാംഗങ്ങൾ സ്വന്തം സംസ്ഥാനത്തോടുള്ളതിനേക്കാൾ കൂറ് സ്വന്തം രാഷ്ട്രീയ കക്ഷിയുടെ പുറത്തായി കാണുന്നതാണ്. ധനേതര ബില്ലുകൾ പാസാക്കാൻ ഭരണഘടനാ ഭേദഗതി, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രീയ പുറത്താക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. കണ്ട, ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇതിൽ തുങ്കൻ കമ്മിറ്റിയുണ്ട്, ബൽവന്ത് റായ്, സർക്കാരി, അശോക് മെഹ്ത. തുങ്കൻ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ശുപാർശ ചെയ്തത്. നമുക്ക് നോക്കാം. NCERT-യിൽ പറയുന്നുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളോടെയാണ് നമ്മുടെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് വലിയ മുന്നേറ്റമുണ്ടായത്. എന്നാൽ അതിനു മുൻപ് തന്നെ പ്രാദേശിക ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ദിശയിൽ നടന്ന ആദ്യത്തെ പ്രവർത്തനം 1952 ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയാണ്. ഇത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ജനപങ്കാളിത്ത ഗ്രാമീണ വികസനത്തിന് പ്രാധാന്യം നൽകിയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് ഭരണ സമ്പ്രദായം ശുപാർശ ചെയ്യുകയുണ്ടായി. 1960കളോടുകൂടി ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സമിതികൾ രൂപീകരിച്ചു. എന്നാൽ മിക്ക സംസ്ഥാനങ്ങളിലും ഈ സമിതിക്ക് പ്രാദേശികമായ വികസനം സാധ്യമാക്കുന്ന ആവശ്യമായ അധികാരങ്ങളും ചുമതലകളും ഇല്ലാതിരുന്നു. സാമ്പത്തിക സഹായത്തിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഇവർക്ക് ആശ്രയിക്കേണ്ടതായി വന്നു. പല സംസ്ഥാനങ്ങളും തെരഞ്ഞെടുത്ത പ്രാദേശിക സമിതികളുടെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പ്രാദേശിക സമിതികളെ പിരിച്ചുവിട്ട് ഭരണം ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കുറേ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക സമിതികളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത്. നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാദേശിക സമിതികളിലേക്ക് തെരഞ്ഞെടുപ്പ് കാലാകാലങ്ങളായി മാറ്റിവെച്ചുകൊണ്ടിരുന്നു. പ്രാദേശിക ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായ ഒരു പുനരവലോകനം 1987 ശേഷമുണ്ടായി. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് നോക്കുക. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് 1989 PK തുങ്കൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ്, ഉചിതമായ ചുമതലകളുടെ പട്ടികപ്പെടുത്തൽ, മതിയായ ഫണ്ട് എന്നിവ ഉറപ്പാക്കുന്നതിനായി ഒരു ഭരണഘടനാ ഭേദഗതിക്ക് കമ്മിറ്റി ശുപാർശ ചെയ്തു. ഇവിടെ PK തുങ്കൻ കമ്മിറ്റിയുടെ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്?
തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം. അതായത് 4-ാം അധ്യായത്തിൽ പെടാത്തതാണ്. നമുക്ക് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ, അതായത് ജനക്ഷേമം മുൻനിർത്തി നമ്മുടെ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് പാർട്ട് 4 നിർദ്ദേശക തത്വം എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനും സഹായമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതായത് സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും വരുത്തൽ. ഇവിടെ തുല്യ ജോലിക്ക് തുല്യ വേതനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. 1 ഉണ്ട്, ഭരണത്തിൽ പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ 1 പെടുന്നതാണ്. അപ്പൊ 1 വരുന്നതൊക്കെ നമുക്ക് കളയാൻ വേണ്ടി പറ്റുമല്ലോ. ഇതും കളയാം. അപ്പൊ 2, 4 എന്നിവയാണ്. 3, 4 സംഘടനാ സ്വാതന്ത്ര്യവും പൊതുതൊഴിൽ തുല്യ അവസരവുമാണ് എന്താണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിങ്ങനെ. അവകാശ സംരക്ഷണത്തിനായുള്ള മൗലികാവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങൾ പ്രാധാന്യം ആർക്കും നിഷേധിക്കാനാവില്ല. ക്ഷേമരാഷ്ട്രം എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവ്വതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് NCERT കൊടുത്തിട്ടുണ്ട്. ലക്ഷ്യങ്ങൾ: ജനക്ഷേമം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, അതുപോലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, വിഭവങ്ങളുടെ തുല്യ വിതരണം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. നയങ്ങൾ: ഏകീകൃത സിവിൽ കോഡ്, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, ഉപയോഗമുള്ള കന്നുകാലികളുടെ കശാപ്പ് നിരോധിക്കുക, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക. അതുപോലെ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങളാണ് മതിയായ ഉപജീവന മാർഗം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, ശിശുപരിപാലനവും 6 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ്. അതിന് നമുക്ക് എന്താണ് ലിസ്റ്റ്? ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ്. 7-ാം പട്ടികയിലാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ ഉദാഹരണമാണ്. സംസ്ഥാന ലിസ്റ്റ് ആണെങ്കിൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണം കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സംഭരണം തുടങ്ങിയവ. സമവർത്തി അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ 47 എണ്ണം. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. അവശേഷിക്കുന്ന അധികാരങ്ങളെ റെസ്യൂജറി അവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റാണ്. ഉദാഹരണം സൈബർ നിയമങ്ങൾ. അധികാര വിഭജനം. ഇന്ത്യൻ ഭരണഘടന 2 തരത്തിലുള്ള ഗവൺമെന്റുകൾക്ക് രൂപം നൽകിയിരിക്കുന്നു. ഒന്ന് രാഷ്ട്രത്തിന് മൊത്തത്തിലുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റും മറ്റൊന്ന് മേഖലാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റുകളും. ഈ 2 ഗവൺമെന്റുകൾക്കും ഭരണഘടനാ പദവിയും വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയന്ത്രണത്തിലുള്ള അധികാരങ്ങളെ സംബന്ധിച്ച തർക്കങ്ങൾ ഭരണഘടനാ ചട്ടങ്ങൾക്കനുസരിച്ച് നീതിന്യായ വിഭാഗം പരിഹരിക്കുന്നതായിരിക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ വരുന്ന വിഷയങ്ങളെ ഭരണഘടന കൃത്യമായി വിഭജിച്ചിരുന്നു. ഓക്കെ, ഈ അധികാര വിഭജനത്തിന്റെ പ്രധാന സവിശേഷത ഭരണഘടനാപരമായി സാമ്പത്തിക ധനകാര്യ അധികാരങ്ങളിൽ മേൽക്കൈ കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് ധാരാളം കടമകൾ നിർവഹിക്കാനുണ്ടെങ്കിലും പരിമിതമായ വരുമാന സ്രോതസ്സുകൾ മാത്രമാണുള്ളത്. നമുക്ക് ലിസ്റ്റ് നോക്കാം. കേന്ദ്ര ലിസ്റ്റിൽ പ്രതിരോധം, ആണവോർജം ആദ്യം തന്നെയുണ്ട്. പ്രതിരോധം, ആണവോർജം നോക്കുക. പ്രതിരോധം, ആണവോർജം. അപ്പൊ എന്താണ് ഇത്? ശരിയാണ്. ശരിയായ ഉത്തരം കണ്ടെത്താനാണ്. 1 പ്രതിരോധം, ആണവോർജം ശരിയാണ്.
വസ്തുത തന്നെ പറയുന്നുണ്ട്. പിന്നെ അതിൽ വരുന്നതാണ് വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽ ഗതാഗതം, തപാൽ, കമ്പി തപാൽ, വ്യോമയാനം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ. ഓക്കെ, അടുത്ത സംസ്ഥാന ലിസ്റ്റിലേക്ക് വന്നാൽ കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, അവിടെ പറയുന്ന കൃഷി മത്സ്യബന്ധനമാണ്. നോക്ക്, ഇവിടെ ഇതാ കൃത്യമായി കൃഷി കൊടുത്തിട്ടുണ്ട്. കൃഷി, ഓക്കെ, കൃഷി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി എവിടെയാണ് വരുന്നത്? കൃഷി ഇവിടെയുണ്ട്. കൺകറന്റ് ലിസ്റ്റിലേക്ക് പോയാൽ വിദ്യാഭ്യാസം, കൃഷിയും യോജിലത്തിന്റെ കൈമാറ്റം, വനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ചാ അവകാശവുമാണ്. ഓക്കെ, ഇതിലേക്ക് വരിക. എന്താണ് മദ്യനിയന്ത്രണം, ബാങ്കിങ്. മദ്യനിയന്ത്രണം, ബാങ്കിങ് എവിടെ വരുന്നത്? ബാങ്കിങ് കേന്ദ്ര ലിസ്റ്റിലാണ്. ബാങ്കിങ് കേന്ദ്ര ലിസ്റ്റിലാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, ഇത് തെറ്റാണ്. ഇവിടെ ശരിയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് മാത്രമാണ് ശരി. 1, 2 എന്നിവ മാത്രമാണ് ശരിയെന്ന് വരും. ഓക്കെ, ഇത് 3ലും പെടാത്തതാണ് അവശിഷ്ടാധികാരങ്ങൾ. സൈബർ നിയമങ്ങളാണ് ഇതിൽ പെടുന്നത്. അതിന് അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഇതിന്റെ ഒരു ഇത് കൂടെ ഉണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെടുന്ന ഒരു SCRT കൂടെ ഉണ്ട്. ഈ ഒരു ലിസ്റ്റ്, കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സംയുക്ത ലിസ്റ്റ് എന്ന് പറഞ്ഞ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കുക. അത് നമ്മൾ ഇതിന്റെ PDF-ന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായും എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്